കഴിഞ്ഞ വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടാണ്. 1% പോസിറ്റീവായിട്ടാണ് എല്ലാ ഇൻഡെക്സുകളും ക്ലോസ് ചെയ്തത്. സാമ്പത്തിക അവസ്ഥ നല്ല നിലയിലാണെന്ന് ഫെഡ് ചെയർമാന്റെ കമന്റിനെ തുടർന്ന് അമേരിക്കൻ വിപണി പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തു. അതുകൂടാതെ തന്നെ മെക്സിക്കോ, ചൈന, കാനഡ എന്നിവർക്ക് ഏർപ്പെടുത്തിയിരുന്ന താരിഫ് 1 മാസത്തേക്ക് കൂടെ നീട്ടിയതും അമേരിക്കൻ വിപണിക്ക് സഹായകമായി. മൊത്തത്തിൽ ഗ്ലോബൽ വിപണിയെല്ലാം അതിന്റെ ഒരു പോസിറ്റീവ്നെസ് കാണിച്ചു. ഇനി ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്ത ഇന്ത്യൻ വിപണി പോസിറ്റീവായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത്. ചൈനയുടെ സ്റ്റിമുലസ് അനൗൺസ്മെന്റും അതുപോലെ ചൈനയിലെ സ്റ്റീൽ പ്രൊഡക്ഷൻ കട്ട് ചെയ്തത് ഇത് ഇന്ത്യൻ കമ്പനികൾക്ക് ഗുണകരമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ താരിഫുകൾ നീട്ടിയതും ഒക്കെ ഇന്ത്യൻ വിപണിക്ക് വളരെയധികം പോസിറ്റീവായിട്ടുണ്ട്. വെള്ളിയാഴ്ച അമേരിക്കൻ വിപണിയിൽ നിന്ന് വന്ന ലേബർ ഡേറ്റ അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഡേറ്റയല്ല വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോക്സ് ന്യൂസിന് ട്രംപ് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ ഈ ട്രാൻസിഷൻ ഒരല്പം ബുദ്ധിമുട്ടാണെങ്കിലും ഭാവിയിൽ അമേരിക്കൻ എക്കോണമിക്ക് അത് പോസിറ്റീവ് ആവുന്നുള്ള ഒരു കമന്റ് അമേരിക്കൻ ഫ്യൂച്ചേഴ്സിനെയൊക്കെ നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നതിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ ഫ്യൂച്ചേഴ്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവിലായിട്ടാണ്. അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്തത് മറ്റൊരു റീസൺ ആണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ അവർ അടുത്തുണ്ടായിരുന്ന ലോങ് പൊസിഷനൊക്കെ അല്പം റെഡ്യൂസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന ഷോർട്ട് പൊസിഷനിൽ തന്നെ കൂടുതൽ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ബുള്ളിഷ്നെസ് ഏതാണ്ട് 22,800 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്.